നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDFന്റെ എതിരാളിയായ LDF BJPയുടെയും RSSന്റെയും നരേന്ദ്രമോദിയുടെയും പരിപൂർണ പിന്തുണയോടെയാണ് മത്സരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. ഇടുക്കി ജില്ലയിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കട്ടപ്പനയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടിമിന്നലേറ്റ പെൺകുട്ടി മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച നാട്ടുകാർ ശക്തമായ ഇടിമിന്നലാണ് ഉണ്ടായതെന്നും ഇടിമിന്നലിന്റെ ശക്തിയിൽ പാറ തകരുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചോതിയൂട്ട് നടന്നു. നിരവധി വിശ്വാസികൾ ചോതിയൂട്ടിലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങുകളിലും പങ്കെടുത്തു. തൊടുപുഴ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി. കുടിയത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 1977, 1978 SLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. EK ചന്ദ്രശേഖരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDFന്റെ എതിരാളിയായ LDF BJPയുടെയും RSSന്റെയും നരേന്ദ്രമോദിയുടെയും പരിപൂർണ പിന്തുണയോടെയാണ് മത്സരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. LDFന് പിന്തുണ നൽകുന്ന BJP രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ വേട്ടയാണ് നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടുക്കി ജില്ലയിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കട്ടപ്പനയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പനയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി LDFനെയും BJPയെയും രൂക്ഷമായി വിമർശിച്ചു. കേരളത്തിൽ UDFനെ നേരിടുന്നത് LDFും BJPയും ചേർന്നാണ്. LDF BJPയെ പോലെ കോർപ്പറേറ്റ് പാർട്ടിയായി മാറിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. LDF and UDF, but there is actually a hidden reality in this election. ഈ തെരഞ്ഞെടുപ്പ് പുറത്തുനിന്ന് കാണുമ്പോൾ UDFും LDFും തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. The hidden reality is that the LDF is being fully supported by the RSS, the BJP and the Prime Minister of India. ആ ഒളിഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ എതിരാളിയായ LDF BJPയുടെയും RSSന്റെയും നരേന്ദ്രമോദിയുടെയും പരിപൂർണ പിന്തുണയിലാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. So it's interesting that the left parties are being supported by the extreme right party in India. അതുകൊണ്ട് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ നാട്ടിലെ ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് മത്സരിക്കുന്നത് എന്നതാണ്. The BJP attacks minorities across the country, burns churches in Manipur, attacks Kerala nurses in Chhattisgarh, and yet it is supporting the LDF, and the LDF is happily taking the support. ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ LDFനെ പിന്തുണയ്ക്കുന്ന BJP ഈ രാജ്യത്ത് മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ വേട്ടയാണ് നടത്തുന്നത്. മണിപ്പൂരിലെ പള്ളികൾ മുഴുവൻ തകർക്കുന്ന BJP, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ നമ്മുടെ കന്യാസ്ത്രീകളെ ഉപദ്രവിക്കുന്ന ജയിലിലടയ്ക്കുന്ന BJP. പക്ഷേ അവർ ഈ സംസ്ഥാനത്ത് LDFനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. And the reality is that the left front is no longer a left party.
ശരിക്കുമുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നവര് ഇടതുപക്ഷമല്ലാതെയായി മാറിയിരിക്കുന്നു. It has become a corporate party just like the BJP. അവർ BJPയെ പോലെ ഒരു കുത്തകവൽകൃത പാർട്ടിയായി ഇന്ന് LDF മാറിയിരിക്കുകയാണ്. യോഗത്തിൽ വന്ദേമാതരം ആലപിച്ച കുട്ടിയെ രാഹുൽ ഗാന്ധി തന്റെ സമീപത്തേക്ക് വിളിച്ചു വരുത്തി. ഇത്രയും വലിയ ആൾക്കൂട്ടത്തിന് മുമ്പിൽ ഭയമില്ലാതെ പാടിയ പെൺകുട്ടി കേരളത്തിലെ സ്ത്രീത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇടുക്കി, പീരുമേട്, ഉടുമ്പൻചോല നിയോജക മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളായ റോയി കെ പൗലോസ്, സിറിയക് തോമസ്, സേനാപതി വേണു എന്നിവരും KC വേണുഗോപാൽ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, CP മാത്യു, ഫ്രാൻസിസ് ജോർജ്, ജോയി വെട്ടിക്കുഴി, MJ ജേക്കബ് തുടങ്ങിയ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇടിമിന്നലേറ്റ പെൺകുട്ടി മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച നാട്ടുകാർ ശക്തമായ ഇടിമിന്നലാണ് ഉണ്ടായതെന്നും ഇടിമിന്നലിന്റെ ശക്തിയിൽ പാറ തകരുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. ഇതോടെ ഇടിമിന്നൽ രക്ഷാകവചം സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ടാണ് തൊടുപുഴ ഉറവപ്പാറയിൽ ഇടിമിന്നലേറ്റ് നഫീസത്തുൽ മിസ്രിയ എന്ന പെൺകുട്ടി മരിച്ചത്. കൂടെയുണ്ടായിരുന്ന പിതാവ് VM അഫ്സൽ, സമീപത്തുണ്ടായിരുന്ന ഗോകുൽ എസ് രാജ എന്നിവർക്ക് മിന്നലേറ്റിരുന്നു. രണ്ടുപേരും തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശക്തമായ ഇടിമിന്നൽ ഉണ്ടായതെന്നും പാറ തകർന്ന സാഹചര്യവുമാണ് ഉണ്ടായതെന്നും ദൃക്സാക്ഷിയും ഇടിമിന്നലേറ്റ ഗോകുലിന്റെ സുഹൃത്തുമായ അനന്തകൃഷ്ണൻ പറയുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ടായിട്ട് ഇവിടെ വരെ വന്ന മഴ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നേരെ ഒരു മിന്നലും ഇവിടെ മൊത്തം പൊട്ടി പൊളിയുന്നേ കണ്ടത്. പൊളിയുന്നതിൻ്റെ കൂടെ നേരെ 3 പേര് വീഴുന്നേ കണ്ടു. അതിലൊന്ന് എൻ്റെ കൂട്ടുകാരനായിരുന്നു. പരമാവധി എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കി. പക്ഷേ ആ ഇടി നേരെ കൊച്ചിനിട്ടാണ് ഏറ്റത്. അത് കാരണം ആശുപത്രി എത്തിയപ്പോൾ തന്നെ സ്പോട്ടിൽ അവർ പറഞ്ഞു കൊച്ചിനെ പറ്റില്ല. പക്ഷെ കൊച്ചിൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പോഴും കുഴപ്പമില്ലാത്ത രീതിയിലാണ്, റിക്കവറി ഉണ്ടെന്നാണ് പറഞ്ഞത്. അത്രയും അതിതീവ്രമായ ഭയങ്കര ശക്തിയിൽ വന്ന് ഇടിച്ചത്. അതിതീവ്ര ശക്തിയിൽ വന്ന് ഇത് ഇടിച്ചത്. ഞങ്ങൾ കാണുന്നത് ഈ പ്രദേശം മൊത്തം പുകയുന്നതാണ്. ഇത്തരത്തിൽ ഒരു സംഭവം മുന്നേ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായത് ദാരുണ സംഭവമാണെന്ന് സമീപവാസികൾ പറയുന്നു. നിരവധി സഞ്ചാരികളും സമീപത്തെ ക്ഷേത്രത്തിൽ നിരവധി ഭക്തരും എത്തുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് ഇടിമിന്നൽ രക്ഷാകവചം സ്ഥാപിക്കണമെന്ന് റോക്ക് വ്യൂ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആ വഴിക്ക്, ഉറവപ്പാറയ്ക്ക് പോകുന്ന വഴിക്കും അതിന് ചുറ്റും ധാരാളം വീടുകളും ഉണ്ട്. അവിടെയുള്ള എല്ലാവരും ഇപ്പം ഈ സംഭവം ഉണ്ടായതിനു ശേഷം വളരെ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത്. കാരണം ആശങ്കയുണ്ട്. അവിടെ ഒരു മിന്നൽ രക്ഷാചാലകമോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും തന്നെ ഇല്ല. ധാരാളം വിനോദസഞ്ചാരികൾ ഉറവപ്പാറ സന്ദർശിക്കാനായിട്ട് വിവിധ സ്ഥലങ്ങളിൽ, കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. അപ്പോൾ പക്ഷേ അവർക്ക് ഈ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അവിടെ നിൽക്കരുതെന്നോ അങ്ങനെയുള്ളൊരു പെട്ടെന്ന് ഓർമ്മ വരാനായിട്ടുള്ള ഒരു സൂചനാ ബോർഡുകളോ അല്ലെങ്കിൽ മിന്നൽ അവർക്ക് ജീവൻ രക്ഷിക്കുന്നതിനുള്ള മിന്നൽ രക്ഷാചാലകം ഒന്നും തന്നെ അവിടെ ഇല്ല. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡുകളും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിന്നൽ രക്ഷാചാലകവും പിടിപ്പിക്കണം ആണ് ഈ അവസരത്തിൽ എനിക്ക് അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. വെള്ളിയാഴ്ച അതിദാരുണമായ സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ഒരു മിന്നൽ രക്ഷാ കവചമുണ്ടായിരുന്നെങ്കിൽ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇനിയൊരു ദുരന്തമുണ്ടാകുന്നവരെ കാത്തിരിക്കാതെ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ക്യാമറാമാൻ വിഷ്ണു മാക്കിലിനൊപ്പം അരുൺ അരിക്കുഴ, BBC ന്യൂസ്, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചോതിയൂട്ട് നടന്നു. യതീശ്വരനായ ബ്രാഹ്മണ ഭക്തന് ഭഗവാൻ ദിവ്യദർശനം കൊടുത്ത ദിവസമാണ് മീനമാസത്തിലെ ചോതി നക്ഷത്രം എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ ദിവസം ദേവന്റെ പിറന്നാളായി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നത്. നിരവധി വിശ്വാസികളാണ് ഉത്സവത്തിന് മുന്നോടിയായി നടത്തിയ ചോതിയൂട്ടിലും അനുബന്ധ ചടങ്ങുകളിലും പങ്കെടുത്തത്. തൊടുപുഴ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ് തൊടുപുഴ നഗരസഭയിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. ബംഗളൂർ ഷാമ്പടിയിൽ നിന്നും ആരംഭിച്ച പര്യടനം കുമ്മങ്കലിൽ സമാപിച്ചു. വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണവും നൽകി. ജനങ്ങളെ നേരിൽ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു.
നമുക്കറിയാം ഇന്ന് തൊടുപുഴ ഒരു വികസന കുതിപ്പിലാണ്. കഴിഞ്ഞ 10 വർഷമായി നമുക്കറിയാം ഇവിടെ ഒരു മാരിയിൽ കടവ് പാലം MLA ഫണ്ടിൽ നിന്നും 1,80,00,000 രൂപ കൊടുത്ത് പൂർത്തീകരിച്ചിട്ടും അപ്രോച്ച് റോഡിനുള്ള ഫണ്ട് നമുക്കറിയാം എത്രമാത്രം കാലതാമസം വരുത്താവോ അത്രമാത്രം കാലതാമസം വരുത്തി ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട്. പക്ഷേ അത് കയ്യിലേക്ക് വരുന്നില്ല. എന്താണ് കാരണം എന്ന് അവരും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എത്രയും പെട്ടെന്ന് ദ്രുതഗതിയിൽ ഈ തൊടുപുഴയിൽ നമുക്കറിയാം 8ഉം 9ഉം ബൈപ്പാസുകൾ പണിത് ഈ മേഖലയെ കേരളത്തിലെ തന്നെ ഏറ്റവും വികസിത മേഖലയാക്കി മാറ്റിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ കേരളത്തിലെ മറ്റേത് നിയോജകമണ്ഡലത്തേക്കാൾ മുൻപ് എത്തിച്ച ശ്രീ PJ ജോസഫ് അദ്ദേഹത്തിൻ്റെ കാൽഡുകൾ പിന്തുടർന്നാണ് ഞാനിവിടെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് ഞാനിവിടെ മത്സരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് UDF കേരളത്തിലെ 140 നിയോജകമണ്ഡലം 14 ജില്ലകളിലും ഏറെ വിജയ പ്രതീക്ഷയിലാണ്. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പ് നൽകുന്ന രീതിയിലുള്ള വാർത്തകളാണ്. ഈ മെയ് മാസം 4-ാം തീയതി ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറപ്പെടുവിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ക്യാബിനറ്റ് ഇവിടെ ഉണ്ടാകും എന്നൊരു ഉറപ്പിലാണ് ഇന്ന് കേരള ജനത മനസ്സമാർത്തോടെ കിടന്നുറങ്ങുന്നത്. തൊടുപുഴയിൽ വികസനം സാധ്യമാക്കണമെന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോമോൻ ജോൺ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താൻ വിജയിച്ചാൽ ആയുർവേദ എയിംസ് തൊടുപുഴയിൽ സ്ഥാപിക്കുവാനും മെട്രോ ലൈൻ എക്സ്റ്റൻഷൻ തൊടുപുഴയിലേക്ക് നീട്ടുവാനുമുള്ള നടപടി കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡൻ ഉൾപ്പെടെയുള്ളവയും യാഥാർത്ഥ്യമാക്കുമെന്നും ജോമോൻ ജോൺ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ്. ആ ഒരു സെഗ്മെന്റ് ഇതിനു മുമ്പ് ഗോവയിലൊക്കെ ഉള്ളത് 50 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ ഒത്തൊരുമയോട് പരിശ്രമിച്ചാൽ നമ്മുടെ നാട്ടിൽ വരുത്താൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റാണ് ആയുർവേദ എയിംസ്. രണ്ടാമത്തത് മെട്രോ ലൈൻ എക്സ്റ്റൻഷൻ. മേജർ പ്രൊജക്റ്റുകൾ വന്നാൽ മാത്രമാണ് കൂടുതൽ തൊഴിലവസരങ്ങളും ടൂറിസം മേഖലയിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളുടെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്താൻ പറ്റൂ. കാരണം ടേൺ ഓവർ ഓഫ് പീപ്പിൾ നന്നായിട്ട് ഉയർന്നു വരേണ്ട കാര്യമുണ്ട്. അതുപോലെ തൊഴിൽ ടൗണിലും വളർന്നു വരുന്ന ഓരോ ടൗണിലും കാലഘട്ടത്തിൻ്റെ ആവശ്യകതയനുസരിച്ച് പാർക്കിംഗ് ടവറുകൾ. നമ്മുടെ ടൗൺ വ്യക്തമായൊരു പ്ലാനിങ്, അത് കക്ഷി രാഷ്ട്രീയം ഇലക്ഷൻ മാറി വന്നാൽ പോലും ഒരു മാസ്റ്റർ പ്ലാനിനെ ബേസ് ചെയ്ത് ഫങ്ഷൻ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൺജഷൻ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദീർഘവീക്ഷണത്തോടു കൂടി ഓരോ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് മുന്നിൽ കാണണം 2036 ഇന്ത്യ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ കേരളത്തിലൊരു ഗെയിം കിട്ടുവാണെങ്കിൽ അത് കൊച്ചിയിലെ ഒരു സാറ്റലൈറ്റ് ടൗൺ എന്ന നിലയിൽ തൊടുപുഴയ്ക്കും അതിൻ്റെതായ പ്രാധാന്യം, ഒരു ഗെയിം കിട്ടത്തക്ക രീതിയിൽ നമുക്ക് സ്റ്റേഡിയങ്ങൾ വേണം, ട്രെയിനിങ് സെൻ്ററുകൾ വേണം. നമ്മൾ അല്പം ഉയർന്നു നോക്കണം. നമുക്ക് കഴിയില്ല എന്നൊരു പിന്തിരിപ്പൻ നയത്തിൽ നിന്ന് മാറി കഴിയും, ഒത്തൊരുമിച്ചാൽ നേടിയെടുക്കാൻ പറ്റും എന്ന ഒരു ബോധ്യം നമ്മൾക്ക് വേണം. അതുപോലെ തന്നെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ്, റോസ് ഗാർഡൻസ്, റിലാക്സേഷൻ ഫെസിലിറ്റി, ടൂറിസം മേഖലയിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. ഇത് കക്ഷി രാഷ്ട്രീയത്തിനോ വ്യക്തികൾക്കോ അതീതമായി അടുത്ത തലമുറയെ ലക്ഷ്യമാക്കി ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും പ്രയോജനമായ രീതിയിൽ നടപ്പിലാക്കണം. അതുപോലെ തന്നെയാണ് പ്രധാനമായി കടന്നു വരുന്ന ഒരു പ്രൊജക്റ്റാണ്, തുടങ്ങിയിട്ട് നിന്നുപോയതാണ് ശബരി റെയിൽപാത. ഇത് 98-ൽ ഗവൺമെന്റ് അപ്രൂവൽ ചെയ്തൊരു കേസാണ്. 7 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നിന്നുപോയതാണ്. അത് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ലൈനോടെ, ഒരു കൊമേഴ്സ്യൽ ലൈനോടെ ആഡ് ചെയ്ത് 4 ലൈൻ ട്രാക്ക് ആയിട്ട് അതിൻ്റെ വളരെ തിടുക്കത്തിൽ അത് ഡേ നൈറ്റ് വർക്കിൽ അത് പണിത് തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രയോജനമുണ്ട്. അത് ഈ പ്രൊജക്റ്റ് ശബരി മല യാത്ര ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ഇവിടെയുള്ള സാധാരണക്കാർക്ക്, കൃഷിക്കാർക്ക്, വ്യവസായികൾക്കൊക്കെയാണ്. ഉദാഹരണം പാഴക്കുളത്താണെങ്കിൽ പൈനാപ്പിൾ, നമ്മുടെ ഈ തൊടുപുഴ അല്ലെങ്കിൽ പാല, കാഞ്ഞിരപ്പള്ളി മേഖലകളിൽ അതിന് ഇൻഡസ്ട്രിയൽ യാർഡുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ തടി പോലെയുള്ള തടികൾ, അതുപോലെ പാറ, മണലിൻ്റെ എക്സ്ചേഞ്ച്, ഇങ്ങനെ കൊമേഴ്സ്യൽ എക്സ്ചേഞ്ച് ഫാസ്റ്റ് ആക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എത്ര ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. ഞാൻ ആ ആർജവത്വം ഏറ്റെടുക്കുന്നു. ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഗ്യാരണ്ടി പറയുന്നു, ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു MLA എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ അതിൻ്റെ വേതനം കൈപ്പറ്റുകയുള്ളൂ. ഒരു റിവേഴ്സ് ക്ലോക്ക് വെച്ച് അത് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അതിനൊരു ആർജവത്വം ഞാൻ കാണിക്കുമെന്ന് ഞാൻ ഈ നാട്ടിലെ ഓരോ ജനത്തോടും, ഓരോ വ്യക്തിയോടും, ഓരോ പൗരനോടും ഞാൻ ഉത്തരവാദിത്തം വെച്ചു പുലർത്തുന്നതായിരിക്കും.
ദേവികുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി എഫ് രാജയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തുകളിൽ നടന്നു. കാന്തല്ലൂർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗം മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മറയൂർ പഞ്ചായത്തിലെ സ്വീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം AK മണി XMLA നിർവഹിച്ചു. ദേവികുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി എഫ് രാജയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തുകളിൽ നടന്നു. കാന്തല്ലൂർ പഞ്ചായത്ത് സ്വീകരണ യോഗം മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കാന്തല്ലൂർ മണ്ഡലം പ്രസിഡന്റ് V. മുരുകയ്യ, രാഹുൽ രാജേന്ദ്രൻ, എബിൻ കുര്യൻ, ബിജു പൌലോസ് എന്നിവർ പ്രസംഗിച്ചു. മറയൂർ പഞ്ചായത്തിലെ പര്യടനം തുടക്കം കുറിച്ചു. മറയൂർ പഞ്ചായത്തിലെ പര്യടനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം AK മണി XMLA ഉദ്ഘാടനം ചെയ്തു. ആൻസി ആന്റണി, ജോമോൻ തോമസ്, KP രാജൻ, ഉഷ ഹെൻറി, TT ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. മറയൂരിൽ നടന്ന സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടി ഭാര്യയെയും 2 കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 12 വർഷത്തിന് ശേഷമാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇയാളെ പോലീസ് പിടികൂടുന്നത്. മലപ്പുറം അരീക്കോട് സ്വദേശിയായ വാവൂർ കൂടംതൊടി മുഹമ്മദ് ഷെരീഫാണ് പ്രതി. 2012 ജൂലൈ 21-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഒളവട്ടൂർ മായങ്കര തടത്തിൽ സ്വദേശിയായ സാബിറ, ഫാത്തിമ ഫിദ, ഹൈഫ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് ACP കാർത്തിക് ബാലമുരുകൻ അറിയിച്ചു. நம்ம இன்ஃபேமஸ் ஆளுக்கல் ட்ரிபிள் மர்டர் கேஸ், அதாவது அரிக்கோடில் ஆளுக்கல்ங்கிற ஸ்தலத்தில் ஒரு ட்ரிபிள் மர்டர் கேஸு உண்டாയിരുന്നു 2013 ജൂലൈ മാസം. സോ അതിൽ അക്യൂസ്ഡ് മുഹമ്മദ് ഷെരീഫ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ സ്വന്തം ഭാര്യയും 2 കുട്ടിയും, ഒരു കുട്ടിക്ക് 2 വയസ്സും മറ്റൊരു കുട്ടിക്ക് 5 വയസ്സും 3 ആട്കളെയും മർഡർ ചെയ്തിട്ട് മനഃപൂർവ്വമായിട്ട് ഒരു വെള്ളത്തിൽ തള്ളി ഡ്രൗണിങ് ചെയ്ത് ഉണ്ടായിരുന്നു. ആ കേസിൽ ആൾമോസ്റ്റ് 11 ഇയേഴ്സ് കഴിഞ്ഞ് 11 ഇയേഴ്സായിട്ട് ആബ്സ്കോണ്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അവനെ നമ്മൾ ഡാൻസ് ഓഫ് ടീം DPC ശ്രീമതി ചൈത്യ തെരേസ IPS അവരുടെ നിർദ്ദേശപ്രകാരം വേരിയസ് ഇൻ്റലിജൻസ് കളക്ട് ചെയ്തിട്ട് അവരെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടി. സോ അവൻ അവിടെ ഒരു ടാക്സി ഡ്രൈവറായിട്ട് ഉണ്ടായിരുന്നു. അവന് അവിടെ ഒരു പുതിയ കല്യാണം കഴിച്ചിട്ട് ഉണ്ടായിരുന്നു. അവനക്ക് അവിടെയും കുട്ടികളുണ്ട്. സോ ഇവനെ വാറണ്ട് ഇന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് മഞ്ചേരി കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ നിയമ പ്രകാരം അടുത്ത നടപടികൾ ഉണ്ടാക്കും. ഇവനക്ക് മറ്റ് സ്ഥലങ്ങളിലും കേസസ് ഉണ്ട്. മംഗളൂരിലെയും ഒരു കേസുണ്ട്, വാഴക്കാടിലെയും മറ്റ് കേസസ് ഉണ്ട്. എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അവിടെയും നിയമപ്രകാരം നടപടികൾ ഉണ്ടാവും. കുടയത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 1977, 1978 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. EK ചന്ദ്രശേഖരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. A. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നു. പഴയകാല ഓർമ്മകൾ പുതുക്കിയും വിശേഷങ്ങൾ പറഞ്ഞും ഏറെ നേരം ചെലവഴിച്ച ശേഷമാണ് എല്ലാവരും പിരിഞ്ഞത്. കുടയത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1977-78 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുടയത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ യോഗം EK ചന്ദ്രശേഖരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഞാൻ പരസ്പരം അവിടെ പിള്ളേരെ സഹിതമാകുന്നു. മിക്ക ആളുകളെ 2 കുട്ടികളുണ്ടാകും. വലിയ ഗംഭീര പരിപാടിയാണ്. പിന്നെ ഒരുപാട് കൂടുതൽ പഠിക്കാറുണ്ട്. പലർക്കും പോകാൻ പറ്റാത്ത വീട്ടില്ല. എന്നെ അറിയുന്നവർ എൻ്റെ സ്വന്തക്കാർ ഒരുപാട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ തൊടുപുഴയാണ് എൻ്റെ വീട്. അറിയാമായിരിക്കുന്നതാണ്. തൊടുപുഴ മലയാളമുള്ള അമ്പലത്തിനെടുക്കാം. ഇപ്പോൾ 85 വയസ്സായി. അങ്ങനെ അവിടെ ഒരു സ്വസ്ഥമായിട്ട് കഴിയുന്നു. അതുകൊണ്ട് പകല് ഞാൻ മാത്രം ഇന്ന് വീട് കൂട്ടിയിട്ട് പോകാം. ഇന്ന് രാവിലെ അവിടെ വലിയൊരു കാറ്റും മഴയും കൊണ്ടിട്ട് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അതിൻ്റെ പണിയാണ് കാറ്റ്.
ഇതൊക്കെയാണ് അവസ്ഥ. ഏതായാലും ഇതിൻ്റെ സംഘാടകരെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും അതിന് ബുദ്ധനായ എല്ലാം കൂടെ ക്ഷണിക്കുന്നതും വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കെ പത്മകുമാർ സ്വാഗതം ആശംസിച്ചു. എ സുരേഷ് കുമാർ അധ്യക്ഷനായി. ജയ, ഹേമ, അഡ്വക്കേറ്റ് രാജ്മോഹൻ, ജോയ്, കെ എച്ച് യൂസഫ് എന്നിവർ പ്രസംഗിച്ചു. നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നു. ഏറെ നേരം വിശേഷങ്ങൾ പറഞ്ഞും മറ്റും ചെലവഴിച്ച ശേഷമാണ് ഇവർ പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കുടയത്തൂർ. നെറ്റിത്തോഴൂർ സെന്റ് ജോസഫ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾക്ക് തിരുവല്ല അതിരൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്വന്തം കുറവുകൾ പരിഹരിച്ചും മറ്റുള്ളവരോട് ക്ഷമിച്ചും സ്നേഹിച്ചും കരുണ കാണിച്ചും നന്മകൾ ചെയ്തും അനുദിന ജീവിതത്തിലെ കുരിശുകൾ പരിഭവമോ പരാതികളോ കൂടാതെ ഏറ്റെടുക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു പാത്രം നിറയെ വിനാഗിരിയോടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരി കുതിർന്ന ഒരു നീർപ്പഞ്ഞി ഹീസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് കർത്താവിന്റെ ചുണ്ടോട് ഒഴിപ്പിച്ചു. അവിടുന്ന് വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അതിനെ ബഹുമാനിക്കുന്ന ഈ ദിവസം ആകാശവും ഭൂമിയും സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. അവയോട് ചേർന്ന് നമുക്കും ഉദ്ഘോഷിക്കാം. സ്തോത്രമർപ്പിക്കുവാൻ നിങ്ങൾക്ക് തുടങ്ങണമേ. വിശ്വാസത്തോടുകൂടി അതിനെ ആഘോഷിക്കുന്ന സമയം സർവവിധമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കണമേ. സർവലോകത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹ, ഞങ്ങൾ നിനക്ക് എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ചെമ്മണ്ണ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിലെ ശ്രീകോവിൽ കട്ടിള പ്രതിഷ്ഠ സ്വാമി കൃഷ്ണദാസ് നിർവഹിച്ചു. ശാഖ ആചാര്യൻ കെ ജി സുരേഷ്, ആലപ്പുഴ ശാഖ ആചാര്യൻ സന്തോഷ് കുമാർ, കട്ടപ്പന ശാഖ ആചാര്യൻ ടി ജയൻ, തൃശൂർ ശാഖ ആചാര്യൻ മോഹൻകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സമുദായത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന മുന്നണിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്ന് ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആന്റണി DMS ഇടുക്കി ജില്ലാ പ്രവർത്തക യോഗം വണ്ടിപ്പെരിയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു. ഏറെ നിർണായകമായ സമയത്താണ് ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി ഇടുക്കി ജില്ലാ പ്രവർത്തക യോഗം വണ്ടിപ്പെരിയാറിൽ വിളിച്ചുകൂട്ടിയത്. 1000-ഓളം ആളുകളാണ് പീരുമേട്, ഏലപ്പാറ, വണ്ടിപ്പെരിയാർ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും സൊസൈറ്റി പ്രവർത്തക യോഗത്തിൽ പങ്കാളികളായത്. സമുദായത്തിന്റെ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്ന മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആന്റണി
പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സാമ്പത്തികപരവും വിദ്യാഭ്യാസപരവുമായി അടിത്തറ സൃഷ്ടിക്കുവാൻ ദളിത് ജനവിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണമെന്നും വിവിധ സ്വയം തൊഴിൽ പദ്ധതികളിലൂടെ തൊഴിൽ ഭദ്രതകളാക്കി മാറ്റുവാൻ ദളിത് പിന്നോക്ക ജനങ്ങൾക്ക് കഴിയണമെന്നും വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ജില്ലാ കൺവീനർ എസ് രാജൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കോർഡിനേറ്റർ സി ജോൺസൺ സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന ട്രഷറർ CO ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ജോമോൻ 40 പറ, രമണി ശശികുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഗ്രേസ് മരിയ, വിലാസിനി, അനിൽ MK, സെൽവി, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ബാലേശ്വരി വണ്ടിപ്പെരിയാർ, സിന്ധുജ സ്റ്റെല്ല മേരി, P കല എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 50ഓളം യൂണിറ്റുകളിൽ നിന്നും 1000-ലധികം ആളുകളാണ് ഇടുക്കി ജില്ലാ പ്രവർത്തക യോഗത്തിൽ പങ്കാളികളായത്. ഡോക്ടർ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് തൊടുപുഴയിൽ ഈ മാസം 29-ാം തീയതി അതിവിപുലമായ പരിപാടിയും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കേരളത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല തട്ടിക്കൂട്ട് സർവേകളും പുറത്തുവരുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിൽ പലതും പെയ്ഡ് സർവേകളാണെന്നും ആരോപിച്ചു. വിശ്വാസ്യതകളില്ലാത്ത സർവേകളാണ് ഇതെല്ലാം. പാർലമെന്റ് ഇലക്ഷനും ഇതുപോലെ തന്നെയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കാസർഗോഡ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. കേരളത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല തട്ടിക്കൂട്ടിയ സർവേകളും പുറത്തു വരികയാണ്. ഈ സർവേകളിൽ ഭൂരിഭാഗവും പെയ്ഡ് സർവേകളാണ്, പൈസ കൊടുത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന സർവേകളാണ്, ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേകളാണ്. ഇത് പാർലമെന്റ് ഇലക്ഷനും അങ്ങനെ തന്നെയായിരുന്നു. പാർലമെന്റ് ഇലക്ഷൻ നിങ്ങൾക്കറിയാം, പാലക്കാട് ശ്രീ VK ശ്രീകണ്ഠൻ 3ാം സ്ഥാനത്ത് പോകും എന്നാണ് സർവേ പറഞ്ഞത്. അദ്ദേഹം 2 പ്രാവശ്യമായിട്ട് MP ആണ് അവിടെ. ഇപ്രാവശ്യം 85,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ MP ആയത്. 2019 എറണാകുളത്ത് ശ്രീ ഹൈബി ഈഡൻ പരാജയപ്പെടുമെന്നും P രാജീവ് അവിടെ ജയിക്കും എന്നുമാണ് പാർലമെന്റ് ഇലക്ഷനിൽ പറഞ്ഞത്. എറണാകുളത്ത് അന്നത്തെ റെക്കോർഡ്, ഹൈബി പിന്നെ റെക്കോർഡ് തിരുത്തി, ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 1,60,60,000 വോട്ടിലാണ് ഹൈബി ഈഡൻ ജയിച്ചത്. ഷാഫി പറമ്പിൽ വടകരയിൽ തോറ്റുപോകുമെന്നാണ് പറഞ്ഞത്. പല സർവേകളും, പ്രധാനപ്പെട്ട സർവേകളൊക്കെ, ഇപ്പോൾ വരുന്ന ഈ സർവേകളൊക്കെ തോറ്റുപോകുന്നാണ് പറഞ്ഞത്. 1,25,000 വോട്ടിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. ഈ സർവേകളിലൊന്നും ഒരു കാര്യമില്ല. ഇത് പലതും നമുക്കറിയാം തട്ടിക്കൂട്ടിയ സർവേകളാണ്. യഥാർത്ഥത്തിലുള്ള ജനവികാരം പ്രതിഫലിക്കുന്ന സർവേകളല്ല. ജനവികാരം കൃത്യമാണ്. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും 100-ലധികം സീറ്റുമായി UDF ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും, ഒരു സംശയമില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ UDFന്റെ എതിരാളിയായ LDF BJPയുടെയും RSSന്റെയും നരേന്ദ്രമോദിയുടെയും പരിപൂർണ പിന്തുണയോടെയാണ് മത്സരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. ഇടുക്കി ജില്ലയിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കട്ടപ്പനയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടിമിന്നലേറ്റ് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച നാട്ടുകാർ, ശക്തമായ ഇടിമിന്നലാണ് ഉണ്ടായതെന്നും ഇടിമിന്നലിന്റെ ശക്തിയിൽ പാറ തകരുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചോതിയൂട്ട് നടന്നു. നിരവധി വിശ്വാസികൾ ചോതിയൂട്ടിലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങുകളിലും പങ്കെടുത്തു. തൊടുപുഴ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി. കുടയത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 1977, 1978 SLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. EK ചന്ദ്രശേഖരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.